ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിചാരിക്കും ഡൽഹിയിലെ വീഡിയോ ഇടയ്ക്കിടും, നാട്ടിലെ വീഡിയോ ഇടും. ഇതുവരെ കഴിഞ്ഞില്ലേ നാട്ടിലെ വീഡിയോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇനിയും ഉണ്ട് കേട്ടോ നാട്ടിലെ വീഡിയോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറേശ്ശെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിലെ വീഡിയോ കേട്ടോ. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടിൽ അച്ഛൻ്റെ തറവാട്ടിൽ പൂജ ഉണ്ടാവും കേട്ടോ. എല്ലാ മാസവും പൂജ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിലുള്ളത് കൊണ്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും പിന്നെ ഓരോരോ ടൈമിങ്ങിലാണ് ബസ്സുള്ളത് കേട്ടോ. പിന്നെ നമ്മളവിടെ കാത്തുനിന്ന് എല്ലാവരും നേരത്തെ എത്താറുണ്ട് കേട്ടോ. പൂജയ്ക്കൊക്കെ എല്ലാവരും തറവാടൊക്കെ അടുത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പിന്നെ വണ്ടിയൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും എത്തും കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി, പിന്നെ ഒരു ഓട്ടോ ഒക്കെ കിട്ടി. ഞങ്ങളങ്ങനെ തറവാട്ടിലേക്ക് പോവുകയാണേ. ഞാനും അമ്മയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. മോളെ വിളിച്ചിട്ട് അവൾക്ക് രാവിലെ എണീക്കാൻ വയ്യ, മടിയായി. അപ്പോൾ പിന്നെ അവൾ വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കേട്ടോ ഞങ്ങളുടെ തറവാട് വീട്. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അയ്യോ ആരും വന്നില്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതല്ല കേട്ടോ, ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് കയറിയില്ല. ഞങ്ങൾ വീടിൻ്റെ കുറച്ച് സൈഡിലാട്ടോ പിന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് അമ്പലത്തിലേക്ക് കേട്ടോ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പം കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നല്ല ഉരുളിയിൽ നല്ല പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പാപ്പന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിൻ്റെ പൂജേൻ്റെ കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വൈകി. അടുത്തുള്ള ബന്ധുക്കളൊക്കെ എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ മലരും ഇതൊക്കെ എന്താ പറയുക, അതിന് നെല്ലൊക്കെ മാറ്റി പിന്നെ പൂവൊക്കെ പറിച്ച് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പിന്നെ എന്താ പറയുക ഓരോരോ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു പാപ്പൻ്റെ മോൻ്റെ വകയായിരുന്നു കേട്ടോ പൂജ. അപ്പോൾ തറവാട്ടിൽ പൂജ ഉണ്ടാകുമ്പോൾ ഓരോ മാസം ഓരോരുത്തരെ വകയായിട്ടോ ഉണ്ടാവാറ്. അപ്പോൾ പാപ്പന്മാരും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും എണ്ണയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എണ്ണയും ചന്ദനത്തിരിയൊക്കെ. അപ്പോൾ ഞാനും അതൊക്കെ ഒഴിച്ച് കത്തിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മളൊരു കൂട്ടപ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ എല്ലാവരും കൂട്ടപ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ നടക്കലും ഓരോരോ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പാപ്പന്മാരൊക്കെ എല്ലാ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെയുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഭാഗമൊക്കെ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ഒരു പാപ്പൻ പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ഇടാം, നമുക്ക് പിന്നെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പാപ്പനാണ് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഒരു പാപ്പൻ്റെ മോൻ്റെ പേരക്കുട്ടി കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോകുന്നുമുണ്ട്, പക്ഷേ കരച്ചിലുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കുറച്ച് കളിപ്പിച്ച് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ പ്രസാദം കൊടുക്കുമല്ലോ, എല്ലാവർക്കും പ്രസാദ വിതരണമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പ്രസാദമൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെ വീട്ടിലേക്കും കൊണ്ടുപോകും, വരാത്തവർക്കൊക്കെ കൊടുത്തയക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മക്കളൊന്നും വന്നില്ലല്ലോ, മോള് മാത്രമേ ഉണ്ടായുള്ളൂ, മോനുണ്ടായില്ല. അപ്പം ഞാനത് കുറച്ച് എനിക്ക് വേണ്ടിയിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് പാപ്പൻ അയച്ചു തന്നതായിരുന്നേ, ഇങ്ങനെ എല്ലാവരും കൂട്ടപ്രാർത്ഥനേൻ്റെ ഒരു ഇത്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ വേറൊരു ഇതാണ് കേട്ടോ, ലാസ്റ്റിലെ പൂജയാണ്. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അവിടേക്ക് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകേണ്ടതാണ്, പക്ഷേ ഞങ്ങൾ പോയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ പാപ്പനെ അയച്ചെന്ന വീഡിയോ ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ രാത്രി എങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും കൂടെ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചതാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അയച്ചപ്പോൾ ഞാൻ അതിലും കൂടി ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. ഇനിയിപ്പോൾ എല്ലാ വർഷവും നമുക്ക് എന്താ പറയുക 41ൻ്റെ സമയത്തൊക്കെ പിന്നെ അവിടെ ഉത്സവമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതുവരെ ഞാൻ ആ ഉത്സവത്തിലൊന്നും പങ്കെടുത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം കാരണം നമുക്ക് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പം എല്ലാം നമുക്ക് ഒക്കും വേണമല്ലോ. അപ്പം ഇപ്രാവശ്യം പോകണമെന്ന് മനസ്സിൽ വിചാരിക്കേണ്ട, അറിയില്ല, ദൈവം സഹായിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ അന്ന് വൈകുന്നേരം അവിടെ പിന്നെ പ്രസാദവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, വിളക്കത്തിക്കൽ മാത്രമേ ഉള്ളായിരുന്നേ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് അയച്ചു തന്നതും പിന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ എടുത്തതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഡൽഹിയിലൊക്കെ ഇവിടെ വന്നപ്പോൾ ഓരോരോ അസുഖവും കാര്യങ്ങളായിട്ട് ഒന്നും പറയണ്ട, കുറേ ദിവസം കൊണ്ട് ഓരോരോ അസുഖമൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ ചെറുതായെങ്കിലും ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം വഴുകുന്നതേ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ.